നമസ്കാരം. എന്തു പറ്റി ട്രംപിന്? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച അനുകൂല നിലപാടുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വരുമ്പോൾ എന്താണ് ഈ ട്രംപിന് സംഭവിച്ചത്? ചെകുത്താന് മാനസാന്തരം വന്നു? അതോ ട്രംപ് നമ്മൾ തിരിച്ചറിയാതെ പോയ കറയില്ലാത്ത മാലാഖയായിരുന്നു? ഇതുവരെ ഒളിച്ചു കളിച്ച ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ തീരുമാനം ഇതൊന്നുമല്ല എങ്കിൽ ഇനി പുതിയ ഗൂഢാലോചനയുടെ ഭാഗമായ രാഷ്ട്രീയ നാടകമാണ് വിലയിരുത്തേണ്ടതുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിന് നേരിട്ട ഏറ്റവും വിവാദപരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് ജെഫ്രി എപ്സ്റ്റീൻ കേസ്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ഈ പേരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണമോ വേണ്ടയോ എന്ന വാദപ്രതിവാദങ്ങൾ വർഷങ്ങളായി നിലനിൽക്കും. ഇതിന്റെ പേരിൽ പലവട്ടം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് പോലും മുഴങ്ങിക്കേട്ടു. എന്നാൽ ഇപ്പോൾ അതിനെ ഒരു പുത്തൻ വഴിയിലേക്ക് തിരിച്ചുവിടുന്നതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്കുകൾ. റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളെ എപ്സ്റ്റീൻ ഫയലുകൾ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ പുതിയ നീക്കം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പുതിയ കരുനീക്കങ്ങൾ വീണ്ടും തുറന്നുകാട്ടുക. ഈ നീക്കം എന്തിനാണ്? ആരെയാണ് അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് രാഷ്ട്രീയ നേട്ടം എന്ന് കരുതുന്നത്? ഇവയാണ് ഇപ്പോൾ അമേരിക്കൻ ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നത്. മുൻപ് ജെഫ്രി എപ്സ്റ്റീൻ സംഘടിപ്പിച്ച വിരുന്നുകളിൽ അടക്കം ട്രംപ് പങ്കെടുത്തിരുന്നു. ഇതേ തുടർന്ന് ട്രംപ് എപ്സ്റ്റീൻ ബന്ധം ആയുധമാക്കി ഡെമോക്രാറ്റിക് പാർട്ടി രംഗത്ത് വരികയും ഫയലുകൾ പുറത്തുവിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷത്തിനൊപ്പം ട്രംപ് അനുകൂലികളും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു വേള ഈ വിഷയത്തിൽ ജോർജിയയിൽ നിന്നുള്ള സഭാംഗവും കടുത്ത വലതുപക്ഷ അനുകൂലിയുമായ മാർജറി ടെയ്ലർ ഗ്രീനുമായും അടുത്തിടെ ട്രംപ് ഏറ്റുമുട്ടിയിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതം വിവാദങ്ങളുടെ സമാഹാരമായിരുന്നുവെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. നീതിപീഠത്തെ ചോദ്യം ചെയ്യൽ, ജനാധിപത്യ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്തൽ, വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അധികാരം ദുരുപയോഗം ചെയ്തുവെന്ന വിമർശനം, ഇവയെല്ലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ അഴുക്കുചാലിനോട് ഉപമിക്കാവുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽ വിഷയത്തിൽ ട്രംപ് സ്വീകരിച്ച പുതിയ നിലപാട് അതേ പ്രവണതകളുടെ തുടർച്ചയായി മാത്രം കാണാം. ഇതിൽ എന്താണ് ട്രംപിന്റെ ലക്ഷ്യം? രാഷ്ട്രീയ ലാഭമോ വ്യക്തിപരമായ രക്ഷയോ? ട്രംപ് ഈ ഫയലുകൾ സംബന്ധിച്ച വോട്ടിംഗിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ സമ്മർദ്ദപ്പെടുത്തുകയാണ്. എന്നാൽ എന്തിന്? അമേരിക്കൻ ജനങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ സംശയമാണ് ഇപ്പോൾ. എപ്സ്റ്റീൻ കേസ് ലോക രാഷ്ട്രീയത്തെയും സിനിമ, സാംസ്കാരിക വ്യവസായങ്ങളെയും പോലും ബാധിച്ച വളരെ വലിയൊരു വിവാദമാണ്. ഉയർന്ന നിലയിലുള്ള പല വ്യക്തികളുടെയും പേര് ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ ട്രംപ് ഈ കേസ് പൊതുവേദിയിൽ വീണ്ടും ഉയർത്തുമ്പോൾ അതൊരു സാധാരണ നടപടി അല്ല എന്നും മറിച്ച് അത് രാഷ്ട്രീയ കണക്കുകൂട്ടലുകളോടെയുള്ള നീക്കമാണ് എന്നും പലരും വിലയിരുത്തുന്നുണ്ട്. എപ്സ്റ്റീൻ കേസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പഴയ ചിത്രങ്ങളും ട്രംപിന്റെ പോലും ബന്ധങ്ങളും വർഷങ്ങളായി മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ട്രംപ് ഈ ഫയലുകളെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ പങ്കുചേർക്കുന്നത് ഈ വിഷയത്തെ ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമായ ഒരു നിയമകാര്യത്തിൽ നിന്ന് രാഷ്ട്രീയ നാടകത്തിലേക്ക് മാറ്റുന്നതിന്റെ ബുദ്ധിപൂർവമായ നീക്കമാണ് എന്ന് വേണം വിലയിരുത്താൻ. കേസുകൾ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഉപകരണമല്ല. നിയമക്കേസുകൾ രാഷ്ട്രീയ അലങ്കാരവുമല്ല. അതൊരു രാജ്യത്തിന്റെ നീതിയും സുതാര്യതയും അളക്കുന്ന മാനദണ്ഡമാണ്. എപ്സ്റ്റീൻ കേസ് പോലെ ഇരകളുടെ ജീവിതത്തെ തന്നെ തകർത്ത സംഭവങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ വളരെ ജാഗ്രതയോടെ പെരുമാറും. എന്നാൽ ട്രംപ് അതിന്റെ വിപരീതമായാണ് ഇതിനെയൊക്കെ സമീപിച്ചത്. ട്രംപിന്റെ നീക്കത്തിൽ കാണുന്നത് അന്വേഷണം, സുതാര്യത, ന്യായപ്രക്രിയ എന്നിവയ്ക്കുള്ള ബഹുമാനമല്ല. മറിച്ച് ഫയലുകൾ പുറത്തു വന്നാൽ തനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ, ഇനി എന്തെങ്കിലും കോട്ടമുണ്ടാകുമെങ്കിൽ അതൊക്കെ എങ്ങനെ മറച്ചുവെക്കാം എന്ന കണക്കുകൂട്ടലാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാണ്. എന്നാൽ ട്രംപിന്റെ പങ്കിന്റെ പേജുകൾ ഇതിനകം തന്നെ അതിവിദഗ്ധമായി ഈ ഫയലുകളിൽ നിന്ന് ട്രംപ് മായ്ച്ചു കളഞ്ഞു കാണുമെന്ന് ഉറപ്പാണ്. അതിന്റെ മുഴുവൻ വഴികളും ശുദ്ധീകരിച്ചതിനു ശേഷം തനിക്കതിൽ പങ്കില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചും സർക്കാരിനെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ വിശ്വാസ്യതയുള്ളതാക്കി മാറ്റാനുമുള്ള രാഷ്ട്രീയ നാടകം തന്നെയാണ് ട്രംപ് എഴുതി വച്ചിരിക്കുന്നത്. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകാലത്ത് പല സംസ്ഥാനങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദം നേരിട്ടുവെന്നതാണ് അമേരിക്കൻ മാധ്യമങ്ങളുടെയും അന്വേഷണ ഏജൻസികളുടെയും പൊതുവായ നിരീക്ഷണം. ഫെഡറൽ അന്വേഷണ ഏജൻസികളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണങ്ങൾ, മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ പ്രതിഷേധ പ്രകടനം, കോടതി വിധികളെ ചോദ്യചിഹ്നപ്പെടുത്തൽ, ഇതെല്ലാം ട്രംപിനെ ഒരു ഉത്തരവാദിത്തമുള്ള നേതാവെന്ന ഇമേജിൽ നിന്ന് വളരെ അകലെ മാറ്റുന്നു. ട്രംപ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്ന ഈ കാലത്ത്
ഇത്തരത്തിലുള്ള വിവാദ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമില്ലായ്മയെ കുറിച്ച് അമേരിക്കക്കാർ ഗൗരവമായി ചിന്തിക്കേണ്ട സമയം കൂടിയാണ്. ഒരു രാജ്യത്തിന്റെ നേതാവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അത് ജനാധിപത്യത്തിനുണ്ടാക്കുന്ന ഏറ്റവും വലിയ നഷ്ടമാണ്. ട്രംപ് വീണ്ടും മാലാഖയുടെ കുപ്പായം ഇട്ടുകൊണ്ട് അധികാരത്തിൽ വന്നാൽ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല ഇന്ത്യക്ക് പോലും ഉണ്ടാക്കി വെക്കുന്ന തലവേദന ചില്ലറയൊന്നുമാവില്ല. ട്രംപിനെ ആട്ടിൻതോലിട്ട ചെന്നായായി മാത്രമല്ലാതെ നോക്കിക്കാണാൻ കഴിയില്ല. അതിന് എന്ത് വിവാദത്തിൽ നിന്ന് തല ഊരിയെടുത്തുകൊണ്ട് പുറത്തു വന്നാലും ശരി.